ഒയാസിസ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്നേഹവന്ദനം. ആരാധന എന്ന വിഷയത്തെക്കുറിച്ചുള്ള പഠനം നാം തുടരുകയാണ്. ആരാധന എന്ന വിഷയം യഥാർത്ഥത്തിൽ പല മതങ്ങളുടെ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ക്രൈസ്തവർ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്ന ആരാധന, അതിൻ്റെ പുതിയ നിയമ അർത്ഥം എന്ന് പറയുന്നത് നമസ്കരിക്കുക എന്നാണ്. പ്രോസ്കുനെയോ എന്നുള്ള ഗ്രീക്ക് പദമാണ്, യവനായ പദമാണ് ആരാധന എന്നുള്ളതിന് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് സമാനമായ മറ്റ് പദങ്ങൾ പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ തത്വത്തിൽ ആരാധന എന്നത് നമസ്കരിക്കുക എന്നുള്ള ഒരു ആശയമാണ്, അർത്ഥമാണ് പുതിയ നിയമം നമുക്ക് നൽകുന്നത്. ലപ്രയോ എന്നുള്ള ഒരു പദവും കൂടെ അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. അത് യാഗാർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പഴയ നിയമം പഠിച്ചാലും പുതിയ നിയമം പഠിച്ചാലും മറ്റ് ഏത് മതസംവിധാനങ്ങൾ പഠിച്ചാലും പൊതുവെ ആരാധന എന്ന് പറയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ഒരു ഉടമ്പടിയിലൂടെയാണ് ആരാധനയിലേക്ക് മനുഷ്യവർഗം പ്രവേശിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ആരാധനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമ ആരാധന എന്നത് അത് ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലുള്ളതാണ്. അപ്പോൾ പഴയ നിയമ ഉടമ്പടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ എക്സോഡസ് ഈവൻറ്റ് എന്നാണ് നാം ദൈവശാസ്ത്രപരമായി വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുറപ്പാണ് സംഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു ഉടമ്പടിയുമായുള്ള ബന്ധത്തിലാണ് പഴയ നിയമത്തിൻ്റെ ആരാധന മുഴുവനും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലെ ആരാധനയും ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രൻ യാഗമായി തീർന്ന ആ ഒരു സംഭവമാണ് പുതിയ നിയമ ആരാധനയുടെ കേന്ദ്രം. അതിനെ ക്രിസ്തു സംഭവം എന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ പുറപ്പാട് സംഭവത്തിൻ്റെ ആരാധനയിൽ നിന്നും ക്രിസ്തു സംഭവത്തിൻ്റെ ആരാധനയിലേക്ക് വ്യതിയാനം സംഭവിക്കുമ്പോൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെ ആരംഭ സമയത്ത് കാണുന്ന ചില പഴയ നിയമ വ്യാഖ്യാനങ്ങളും അതുപോലെ ചില ഗാനങ്ങളും ഒക്കെ നാം പരിശോധിച്ചാൽ അവിടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ഉടമ്പടി പുതിയ നിയമത്തിൽ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. അതൊന്നാമതായി, ഗോഡ് റിവീൽസ് ഹിംസെൽഫ്. ദൈവം തന്നെ ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടി, ഒരു ആരാധന, അതാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. രണ്ടാമതായി, ഗോഡ് ഹാസ് കം ടു റിഡീം ഹിസ് പീപ്പിൾ. ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അതാണ് ക്രിസ്തുവിൽ സംഭവിച്ചിരിക്കുന്നത്. മൂന്നാമതായിട്ട്, ഒരു ജനതയുടെ സൃഷ്ടിയാണ്, ക്രിയേഷൻ ഓഫ് എ പീപ്പിൾ. ഒരു ജനത്തിൻ്റെ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു പുതിയ ജനതയെ സൃഷ്ടിക്കുകയാണ്, പുതിയ മാനവികത സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം, ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു ആരാധനയുടെ ആജീവനാന്ത സമർപ്പണത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ പഴയ നിയമ ആരാധന യഥാർത്ഥത്തിൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്ന് അവർ വിശ്വസിച്ചിരുന്നു. വിജാതീയരായിട്ടുള്ള ആളുകൾക്ക്, യഹൂദേതരരായിട്ടുള്ള ആളുകൾക്ക് യെരുശലേം ദേവാലയത്തിൽ പ്രവേശനമുണ്ടായിരുന്നില്ല. പിൽക്കാലങ്ങളിൽ യെരുശലേം ദേവാലയത്തിൻ്റെ പ്രാകാരത്തിൽ ജാതികളുടെ പ്രാകാരം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം ഉണ്ടാക്കുകയും അത് ഒരു ഭിത്തി, ഒരു ചുവര് കെട്ടി തിരിക്കുകയും ചെയ്യും. അവിടെ മാത്രമേ യഹൂദന്മാരല്ലാത്ത ആളുകൾക്ക് വന്നു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. യഹോവയായ ദൈവത്തിൽ എത്ര ആഴമായ വിശ്വാസമുണ്ടായാലും, എത്ര നല്ലവനായി ജീവിച്ചാലും യഹൂദ മത നിയമം യഹൂദേതരരായ ആളുകളെ യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ ഈ എത്യോപ്യയിൽ നിന്ന് വന്ന ഷണ്ണൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നു എന്നാണ് പറയുന്നത്. അവൻ അത്രയും ദൂരം യാത്ര ചെയ്ത്
യഹോവയോടുള്ള സ്നേഹവും ഭക്തിയും നിമിത്തം യെരൂശലേമിൽ വന്നാലും അവന് ജാതികളുടെ പ്രാകാരത്തിൽ വന്ന് ആ ഭിത്തിക്ക് മുമ്പിൽ നിന്ന് നമസ്കരിച്ചിട്ട് പോകുവാനേ കഴിയുകയുള്ളൂ. യഹോവയുടെ ആലയത്തിൻ്റെ മനോഹാരിത കാണുവാനോ അവിടേക്ക് പ്രവേശിക്കുവാനോ ഒന്നും അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, അവൻ വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി. അപ്പോൾ ഇത് വലിയ ഒരു വിപ്ലവകരമായ മാറ്റമാണ്. ജാതീയതയുടെ പേരിൽ അകറ്റി നിർത്തിയിരുന്ന വേലിക്കെട്ടുകളും സാമൂഹിക ഉച്ചനീചത്വങ്ങളും തച്ചുടയ്ക്കുകയും എല്ലാ മനുഷ്യരെയും ഒരു അപ്പത്തിൻ്റെ അംശികളാക്കി തീർക്കുന്ന പുതിയ ഒരു മാനവികത, ഒരു പുതിയ സൃഷ്ടിയായി തീരുന്ന വിപ്ലവകരമായ ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ സഭ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു നിയമബന്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നാം പറഞ്ഞത് ഒന്നാമതായി ഇതൊരു നമസ്കരിക്കുന്ന അനുഭവമാണ്, കുമ്പിട്ട് നമസ്കരിക്കുന്ന അനുഭവമാണ്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്നാണ് അർത്ഥം. രണ്ടാമതായിട്ട് ഇതൊരു ഉടമ്പടി ബന്ധമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു തിരുവത്താഴം സ്ഥാപിക്കുമ്പോൾ താൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, ഇത് എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അപ്പോൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ ശരീരം, ഇത് പുതിയ നിയമം ആകുന്നു. അപ്പോൾ പുതിയ നിയമം എന്ന് നാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പുതിയ നിയമത്തിൽ ഉള്ള 27 അച്ചടിച്ച പുസ്തകങ്ങളെയാണ്. പക്ഷെ പുതിയ നിയമം എന്ന് പറയുന്നത് ഈ ബൈബിളിലുള്ള രണ്ടാം ഭാഗത്തുള്ള 27 ഗ്രന്ഥങ്ങളല്ല. പുതിയ നിയമം ഒരു പക്ഷെങ്കിൽ അതിൽ പുതിയ നിയമം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നാം അതിനെ ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ. പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ അവൻ തൻ്റെ ജനവുമായി സ്ഥാപിച്ച ഉടമ്പടിയാണ്. അതാണ് പുതിയ നിയമം. അങ്ങനെ ഒരു നിയമം പഴയ കാലത്തുണ്ടായിരുന്നില്ല. പഴയ കാലത്തുണ്ടത് ഒരു പുറപ്പാടിൻ്റെ ഉടമ്പടിയായിരുന്നു. പക്ഷെ പുതിയ കാലത്തേക്ക് വരുമ്പോൾ തൻ്റെ ജീവൻ തന്നെ നൽകി, തൻ്റെ രക്തം തന്നെ നൽകി താൻ സ്ഥാപിച്ച ഒരു പുതിയ നിയമം. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, ഞാൻ അവരുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകകളിൽ എൻ്റെ നിയമം എഴുതുന്ന ഒരു കാലം വരും, ഞാൻ അവരോടൊരു പുതിയ ഉടമ്പടി ചെയ്യും എന്നുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദൻ്റെ മാത്രമായിരുന്ന ആരാധന സകല ജനവിഭാഗങ്ങളുടെയും ആരാധനയായി മാറുന്നു. യഹൂദൻ്റെ മാത്രമായിരുന്ന ദൈവം സകല ജനങ്ങളുടെയും പിതാവായ ദൈവമായി തീരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. സകല ആളുകളെയും സ്നേഹിക്കുന്ന, സകലരെയും ഉൾക്കൊള്ളുന്ന, സകലരെയും ആഹ്വാനം ചെയ്യുന്ന ഒരു വിശ്വമാനവികതയുടെ ദർശനമാണ് കർത്താവിൻ്റെ പ്രഭാഷണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ദൈവമല്ല. ദൈവത്തിൻ്റെ രക്ഷ ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി, മതത്തിന് വേണ്ടി ഉള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയായ സകലത്തെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിൽ ആവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പം ന്യായപ്രമാണത്തിൻ്റെ നിയമാവലികൾ വേലിക്കെട്ടുകൾ തീർത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പ്രഭാഷണങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷകളുമൊക്കെ സാമൂഹിക വിപ്ലവമായിരുന്നു എന്ന് പറയുവാൻ കാരണം, ശമരിയക്കാരോട് സംസാരിക്കുവാൻ കഴിയാത്ത ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ കർത്താവായ യേശുക്രിസ്തു ശബരിയിൽ കൂടെ സഞ്ചരിക്കുന്നു. ശമരിയക്കാരി സ്ത്രീയുമായി സംസാരിക്കുന്നു, അവളോട് വെള്ളം ചോദിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യരുത് എന്ന് പറയുന്ന സമയത്ത് കർത്താവ് ധാരാളം സൗഖ്യങ്ങൾ അവിടെ നടക്കുകയാണ്, ധാരാളം ആളുകളെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ ബന്ധനസ്ഥരായിരിക്കുന്നവരെ വിടുവിക്കുവാനും അതുപോലെ തന്നെ ആളുകളെ മോചിപ്പിക്കുവാനും വേണ്ടിയാണ് എന്നെ യഹോവയായ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നതെന്ന് കർത്താവ് പ്രഖ്യാപിക്കുക തന്നെ ഉണ്ടായി. അപ്പോൾ കർത്താവിൻ്റെ ദൈവസങ്കല്പം, കർത്താവിൻ്റെ മനുഷ്യനോടുള്ള സമീപനം, കർത്താവിൻ്റെ സ്നേഹപരിലാളനകൾ, ഇതെല്ലാം യഹൂദ മതം പഠിപ്പിച്ചിരുന്ന പല മാമൂലുകൾക്കും വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ കഴിയും. അവിടുന്ന് ദൈവോത്തരനായി വന്നു, അവിടുന്ന് സകലരെയും സ്നേഹിച്ചു, അവിടുത്തെ ജീവൻ കൊടുത്ത് സകലരെയും വീണ്ടെടുക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ആരാധനയും പുതിയ നിയമത്തിൻ്റെ ആരാധനയും വ്യത്യസ്തമാണ്. ഇന്ന് പല സഭകളും പഴയ നിയമത്തിൻ്റെ പൗരോഹിത്യങ്ങളും
പഴയ നിയമത്തിൻ്റെ യാഗങ്ങളുടെ അനുകരണം എന്ന വണ്ണം കർത്താവിൻ്റെ മേശയുമൊക്കെ അനുഷ്ഠിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. വളരെ വേദവിപരീതമായിട്ടുള്ള ഒരു ആരാധനാ സംവിധാനമാണ് അത് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പഴയ നിയമ ആരാധനയല്ല പുതിയ നിയമ ആരാധന. പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത് ക്രിസ്തു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തു സംഭവം എന്ന് പറയുന്നത് കർത്താവിൻ്റെ യാഗമരണമാണ്. അപ്പോൾ കർത്താവിനെ അനുസ്മരിക്കുന്ന, കർത്താവ് കേന്ദ്രബിന്ദുവായിരിക്കുന്ന ഒരു ആരാധനാ സംവിധാനമാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, പല ആളുകളും ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ആരാധന വളരെ മനോഹരമായിരുന്നു, വളരെ നല്ലതായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ ആരാധന എന്ന് പറയുന്നത് നാം വാങ്ങുന്നതല്ല, നാം കൊടുക്കുന്നതാണ്. ആരാധന എപ്പോഴും കൊടുക്കുന്നതാണ്, ആരാധന വാങ്ങുന്നതല്ല. അപ്പോൾ ഇവിടെ നാം ഇന്ന് ഉള്ള നമ്മുടെ സഭാ സംവിധാനങ്ങളിലെ ചിന്താഗതിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ദർശനമാണ് പുതിയ നിയമം നമുക്ക് നൽകുന്നത്. ആരാധന നമസ്കാരമാണ്, ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, കുഞ്ഞാടേ നീ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ കിരീടങ്ങളെ താഴെയിട്ട് കുമ്പിട്ട് നമസ്കരിക്കുന്നതായി കാണാം. നീ യോഗ്യനായിരിക്കുന്നു, നീ ഇറക്കപ്പെട്ടു, നിന്റെ രക്തത്താഞ്ചങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞ് കുമ്പിട്ട് നമസ്കരിക്കുന്ന ഒരു ആരാധന നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ്. യാഗവസ്തുവുമായി പഴയ കാലങ്ങളിൽ വരുന്ന ആളുകൾ ദൈവസന്നിധിയിലേക്ക് ആ യാഗവസ്തുവിനെ സമർപ്പിക്കുകയാണ്. അപ്പം ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് നാം ഓർക്കണം, നാം ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നാം ആ കൂട്ടായ്മയിൽ നിന്നും എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുകയല്ല, മറിച്ച് നാം ദൈവത്തിന് ചില കാര്യങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. കാരണം ദൈവം ആരാധന സ്വീകരിക്കാൻ യോഗ്യനാണ്. അവിടുന്ന് നമ്മെ ആരാധനയ്ക്ക് പ്രാപ്തരാക്കിയിരിക്കുന്നു. നമ്മോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തിരിക്കുന്നു. നമ്മെ ദൈവം അഗാധമായ ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നതാണ് ആരാധന. പ്രാർത്ഥന കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പ്രാർത്ഥന ദൈവത്തിങ്കിൽ നിന്ന് നാം ചോദിച്ചു ചേർന്ന് പ്രാപിക്കുന്നതാണ്. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആരാധന മനുഷ്യ കേന്ദ്രീകൃതമാകരുത്. മനുഷ്യനായിരിക്കരുത് അവിടെ പെർഫോം ചെയ്യുന്നത്. മനുഷ്യനായിരിക്കരുത് അവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. മനുഷ്യനായിരിക്കരുത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറിച്ച് കർത്താവായ യേശുക്രിസ്തുവായിരിക്കണം അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇന്ന് പല ആരാധനകളിലും ദുഃഖം എന്ന് പറയാം, പല ആരാധനകളിലും കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുന്നില്ല. പല ആരാധനകളിലും യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ അനുസ്മരിക്കുന്നില്ല. പല ആരാധനകളിലും ദൈവത്തിൻ്റെ ജനം കടന്നു പോകുന്നത് അവരുടെ രോഗസൗഖ്യം പ്രാപിക്കുവാൻ, അവർക്കൊരാശ്വാസം ലഭിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ സഭയിൽ നിന്ന് അവതരിപ്പിക്കുവാൻ, അവർക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുവാൻ ഒക്കെ നല്ലതാണ്. ഒരു കൂട്ടായ്മയും അതുപോലെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഒത്തുചേരലും ഒക്കെ നല്ലതാണെങ്കിലും ആരാധന കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ആരാധനയ്ക്ക് നാം ചെല്ലുന്നത് നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനാണ്. യേശുക്രിസ്തുവിൽ കൂടി പിതാവിനെ ആരാധിക്കുവാനാണ്, ദൈവത്തെ ആരാധിക്കുവാനാണ്. അപ്പോൾ ഈ ഒരു ആരാധനയുടെ അർപ്പണം നടക്കാത്തിടത്തോളം സഭായോഗങ്ങൾ ആരാധനായോഗങ്ങളാകുന്നില്ല. ഇന്ന് പലയിടങ്ങളിലും കാണുന്ന സ്റ്റേജ് ഷോകൾ നമ്മുടെ ഇവാഞ്ചലിസം പ്രവർത്തനങ്ങളെ ഒക്കെ നമ്മൾ ആദരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ദൈവവചന വിരുദ്ധമായിട്ടുള്ള പല സമീപനങ്ങളും ഈ അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാധന അർപ്പിക്കുന്നതിന് പകരം ഒരു വലിയ മ്യൂസിക് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പോൾ മ്യൂസിക് പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ പാടുന്ന പാട്ടുകൾ, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം ആരാധന എന്ന് പറയുമ്പോൾ ആരാധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ ദൈവത്തെ സ്തുതിക്കുന്നതായിരിക്കണം. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളോ നമ്മുടെ അനുഭവഗാനങ്ങളോ സുവിശേഷ ഗാനങ്ങളോ ആഹ്വാന ഗാനങ്ങളോ ഒക്കെ നമുക്ക് പാടുവാൻ മറ്റ് ധാരാളം അവസരങ്ങളുണ്ട്. ഇപ്പോൾ വരുവീൻ ഈ നല്ല സമയം എന്നുള്ള പാട്ട് ആരാധനയ്ക്ക് പാടുന്ന പാട്ടല്ല. അത് ഒരു പൊതുലോകത്തോട് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപന സമയത്ത് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനമാണ്. അപ്പം നിർഭാഗ്യവശാൽ നമുക്ക് ശുദ്ധമായ ആരാധന അർപ്പിക്കുന്ന ധാരാളം ഗാനങ്ങൾ നമുക്കില്ല.
എന്നാൽ ധാരാളം ഗാനങ്ങൾ നമുക്കുണ്ട്. ഒരുപാട് ഗാനങ്ങളില്ലെങ്കിലും ആരാധന ക്രിസ്തു കേന്ദ്രീകൃതമായി സ്തുതി അർപ്പിക്കുന്നതായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഗാനങ്ങൾ തിരഞ്ഞെടുത്ത ആരാധനാ സമയം നാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഇന്ന് പാട്ടുകളുടെ അർത്ഥം അറിയാതെയാണ് പലപ്പോഴും ആരാധനയിൽ ഗാനങ്ങൾ പാടുന്നത്. അതുപോലെ തന്നെ ഇത് ആർക്ക് വേണ്ടി പാടുന്നു? ആർക്ക് വേണ്ടി പാടുന്നു? മുമ്പിലിരിക്കുന്ന ജനത്തിനു വേണ്ടി പാടുന്നു. ശുശ്രൂഷകരെ കാണിക്കുവാനോ ആളുകൾ കൈയടിക്കുന്നതിന് വേണ്ടിയോ ആണ്. പക്ഷേ ആരാധന എന്താണ്? ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ഒരുവൻ അദൃശ്യനായി അവിടെയുണ്ട്. അവിടെ നാം ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റെന്തോ ആണെന്നൊക്കെ ഓർത്തിട്ട് നാം ജനത്തിൻ്റെ മുമ്പിൽ ഉള്ള വലിയ പെർഫോമൻസാണ്. എന്നാൽ ദൈവത്തിന് മുമ്പിൽ ഭക്തിയോടെ നിന്നുള്ള ഒരു സമർപ്പണമായി, ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ ആരാധനകൾ മാറണം. നമ്മുടെ ആരാധനകളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. ആരാധന ഹിസ്റ്റോറിക്കലായിരിക്കണം. ആരാധന തിയോളജിക്കലായിരിക്കണം. ആരാധനയിൽ സാമൂഹികമായൊരു പ്രതിബദ്ധത ഉണ്ടാകണം. ആത്യന്തികമായി ആരാധന സ്വീകരിക്കേണ്ടത്, സൗരഭ്യവാസനയായി സ്വീകരിക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്, പിതാവായ ദൈവമാണ്. ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അതായിരിക്കണം നമ്മുടെ ആരാധന. ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.